സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം 5-ാം അധ്യായത്തിലെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കപ്പെടുക. ചോദ്യം 1 സാമുവേൽ അധ്യായം 5-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 12. ചോദ്യം 2 സാമുവേൽ അധ്യായം 5-ലെ ഏക തലക്കെട്ട്. ഉത്തരം പേടകം ഫിലിസ്ത്യരുടെ ഇടയിൽ. ചോദ്യം 3 സാമുവേൽ 5:1 പ്രകാരം ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തിയത് ആര്? ഉത്തരം ഫിലിസ്ത്യർ. ചോദ്യം 4 ഫിലിസ്ത്യർ കൈവശപ്പെടുത്തിയ ദൈവത്തിൻ്റെ പേടകം എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി? ഉത്തരം എബ്നേസറിൽ നിന്ന് അഷ്ദോദിലേക്ക്. ചോദ്യം 5 എബ്നേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് ദൈവത്തിൻ്റെ പേടകം കൊണ്ടുപോയത് ആര്? ഉത്തരം ഫിലിസ്ത്യർ. ചോദ്യം 6 എബ്നേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയ ദൈവത്തിൻ്റെ പേടകം എവിടെ സ്ഥാപിച്ചു? ഉത്തരം ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം. ചോദ്യം 7 ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം സ്ഥാപിച്ചത് എന്ത്? ഉത്തരം ദൈവത്തിൻ്റെ പേടകം. ചോദ്യം 8 ദാഗോന്റെ ക്ഷേത്രത്തിൽ എന്തിനു സമീപമാണ് ദൈവത്തിൻ്റെ പേടകം സ്ഥാപിച്ചത്? ഉത്തരം പ്രതിഷ്ഠയ്ക്ക് സമീപം. ചോദ്യം 9 ദാഗോന്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നത് കണ്ടത് ആര്? എപ്പോൾ? ഉത്തരം അഷ്ദോദിലെ ജനങ്ങൾ അടുത്ത ദിവസം പ്രഭാതത്തിൽ. ചോദ്യം 10 എന്താണ് കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നത്? ഉത്തരം ദാഗോന്റെ ബിംബം. ചോദ്യം 11 ദാഗോന്റെ ബിംബം മറിഞ്ഞു കിടക്കുന്നത് കണ്ട അഷ്ദോദിലെ ജനങ്ങൾ എന്തു ചെയ്തു? ഉത്തരം അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു. ചോദ്യം 12 അഷ്ദോദിലെ ജനങ്ങൾ പിറ്റേന്നു ഉണർന്നപ്പോൾ കണ്ടതെന്ത്? ഉത്തരം ദാഗോന്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ മറിഞ്ഞു കിടക്കുന്നു. ചോദ്യം 13 ദാഗോന്റെ ബിംബത്തിൻ്റെ എന്താണ് വാതിൽപ്പടിയിൽ കിടന്നത്? ഉത്തരം ദാഗോന്റെ തലയും കൈകളും. ചോദ്യം 14 ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു. ഡാഷ് അവശേഷിച്ചിരുന്നു. 1 സാമുവേൽ 5:4 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം ഉടൽ മാത്രം. ചോദ്യം 15 ആരെല്ലാമാണ് അഷ്ദോദിലുള്ള ദാഗോന്റെ വാതിൽപ്പടിയിൽ ചവിട്ടാത്തത്? ഉത്തരം ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും. ചോദ്യം 16 ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും വാതിൽപ്പടിയിൽ ചവിട്ടാത്തത് എന്തുകൊണ്ട്? ഉത്തരം ദാഗോന്റെ തലയും കൈകളും മറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നത് കൊണ്ട്. ചോദ്യം 17 ദാഗോന്റെ പുരോഹിതന്മാരും പ്രവേശിക്കുന്ന മറ്റുള്ളവരും എവിടെയുള്ള ദാഗോന്റെ വാതിൽപ്പടിയിലാണ് ചവിട്ടാത്തത്? ഉത്തരം അഷ്ദോദിലുള്ള. ചോദ്യം 18 കർത്താവിൻ്റെ കരം ആർക്കെതിരെ പ്രബലമായി? ഉത്തരം അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ. ചോദ്യം 19 അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ പ്രബലമായത് എന്ത്? ഉത്തരം കർത്താവിൻ്റെ കരം. ചോദ്യം 20 1 സാമുവേൽ 5:6 പ്രകാരം കർത്താവ് അഷ്ദോദിലെ ജനങ്ങളെ എന്തു ചെയ്തു? ഉത്തരം ഭയപ്പെടുത്തി. ചോദ്യം 21 ആരാണ് അഷ്ദോദിലെ ജനങ്ങളെ ഭയപ്പെടുത്തിയത്? ഉത്തരം കർത്താവ്. ചോദ്യം 22 കർത്താവ് കുരുക്കൾ വരുത്തി കഷ്ടപ്പെടുത്തിയത് ആരെ? ഉത്തരം അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ളവരെ. ചോദ്യം 23 അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ളവരെ കർത്താവ് കഷ്ടപ്പെടുത്തിയത് എങ്ങനെ? ഉത്തരം കുരുക്കൾ വരുത്തി. ചോദ്യം 24 ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കണ്ട എന്ന് പറഞ്ഞതാര്? ഉത്തരം അഷ്ദോദിലെ ജനങ്ങൾ. ചോദ്യം 25 എന്ത് നമ്മുടെ ഇടയിൽ ഇരിക്കണ്ട എന്നാണ് അഷ്ദോദിലെ ജനങ്ങൾ പറഞ്ഞത്? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം. ചോദ്യം 26 അഷ്ദോദിലെ ജനങ്ങൾ ആളയച്ച് വിളിച്ചു കൂട്ടിയത് ആരെ? ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാരെയെല്ലാം. ചോദ്യം 27 ഫിലിസ്ത്യ പ്രഭുക്കന്മാരെയെല്ലാം വിളിച്ചു കൂട്ടിയത് ആര്? ഉത്തരം അഷ്ദോദിലെ ജനങ്ങൾ.
ചോദ്യം 28. ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി അഷ്ദോദിലെ ജനങ്ങൾ എന്താണ് ചോദിച്ചത്? ഉത്തരം: ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടത്? ചോദ്യം 29. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടത്? ആര് ആരോട് ചോദിച്ചു? ഉത്തരം: അഷ്ദോദിലെ ജനങ്ങൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാരോട്. ചോദ്യം 30. ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം എന്തു ചെയ്യാമെന്നാണ് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞത്? ഉത്തരം: ഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന്. ചോദ്യം 31. എന്താണ് ഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞത്? ഉത്തരം: ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം. ചോദ്യം 32. ദൈവത്തിൻ്റെ പേടകം ഗത്തിൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം: കർത്താവ് ആ നഗരത്തെയും ശിക്ഷിച്ചു. ചോദ്യം 33. 1 സാമുവേൽ 5:9 പ്രകാരം എവിടെയുള്ള ജനങ്ങളാണ് സംഭ്രാന്തരായത്? ഉത്തരം: ഗത്തിലെ. ചോദ്യം 34. ഗത്തിൽ ആരെല്ലാമാണ് കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടത്? ഉത്തരം: ആബാലവൃന്ദം ജനങ്ങളും. ചോദ്യം 35. ഗത്തിലെ ജനങ്ങളെല്ലാം കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടതിനാൽ അവർ ദൈവത്തിൻ്റെ പേടകം എവിടേക്കാണ് അയച്ചത്? ഉത്തരം: എക്രോണിലേക്ക്. ചോദ്യം 36. ഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ പേടകം എവിടേക്കാണ് അയച്ചത്? ഉത്തരം: എക്രോണിലേക്ക്. ചോദ്യം 37. ദൈവത്തിൻ്റെ പേടകം എക്രോണിൽ എത്തിയപ്പോൾ തദ്ദേശവാസികൾ എന്തു ചെയ്തു? ഉത്തരം: മുറവിളി കൂട്ടി. ചോദ്യം 38. നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം: എക്രോണിലെ തദ്ദേശവാസികളുടെ. ചോദ്യം 39. അവർ വീണ്ടും ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി എന്താണ് പറഞ്ഞത്? ഉത്തരം: ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം വിട്ടുകൊടുക്കുക. ചോദ്യം 40. എന്താണ് നഗരത്തെ മുഴുവൻ ബാധിച്ചത്? ഉത്തരം: സംഭ്രാന്തി. ചോദ്യം 41. സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിക്കാൻ കാരണമെന്ത്? ഉത്തരം: ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചു കൊണ്ടിരുന്നു. ചോദ്യം 42. 1 സാമുവേൽ 5:12 പ്രകാരം എന്താണ് ആകാശത്തിലേക്ക് ഉയർന്നത്? ഉത്തരം: നഗരവാസികളുടെ നിലവിളി. ചോദ്യം 43. നഗരവാസികളുടെ നിലവിളി എവിടേക്ക് ഉയർന്നു? ഉത്തരം: ആകാശത്തിലേക്ക്.